നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാളെ ഓഗസ്റ്റ് മാസം 31 തീയതിയാണ്, ഞായറാഴ്ച ദിവസം. നാളത്തോടുകൂടി ഈ മാസത്തിന് അവസാനമാകുന്നു. നാളത്തെ ദിവസം 15 നക്ഷത്രക്കാരായ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട ചില പരിഹാരങ്ങളുണ്ട്. അതിൻ്റെ ഫലം നാളത്തെ ദിവസം എന്നല്ല, തുടർന്നുള്ള സമയങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ജീവിത മാറ്റത്തെ പ്രദാനം ചെയ്യും. കൂടാതെ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തു കൊണ്ടുപോകുന്ന ചില കാര്യങ്ങളിൽ അത് തെറ്റായിട്ടാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ശരിയായ രീതിയിലാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതെന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക പരാധീനതകൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ മാറ്റേണ്ടതും അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള സമയങ്ങളിൽ ജീവിതത്തിൽ അനുകൂലമായ ഗ്രഹമാറ്റം വരുമ്പോൾ അത് ഫലം അനുകൂലമായി പൂർണ്ണഭാവത്തിൽ, പൂർണ്ണ രൂപത്തിൽ നമ്മളിലേക്ക് എത്തിച്ചേരുകയുമുള്ളൂ. അപ്പോൾ 15 നക്ഷത്രക്കാരായ ആളുകൾ നാളത്തെ ദിവസം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ 15 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. മകയിരം, തിരുവാതിര, പുണർതം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടതായി വരും. അതായത് സാധാരണയിൽ കവിഞ്ഞൊരു തിരക്ക് ഉണ്ടാകുന്ന ദിവസമായിരിക്കും നാളെ. ഇപ്പോൾ ഓണക്കാലമാണ്, ഒരുപാട് തിരക്കുകൾ ഉണ്ടാകും. വീട്ടുകാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനായി ഒരുപാടുണ്ടാകും. അപ്പോൾ നാളത്തെ ദിവസം വളരെയധികം തിരക്കുണ്ടാകും. സമയം വെറുതെ കളയാൻ നിങ്ങളുടെ പക്കൽ ഉണ്ടാവുകയില്ല. പണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ കൂടി നാളത്തെ ദിവസം സാധ്യമാകും. എന്ന് വെച്ചാൽ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ഓണക്കാലമാണ്, കയ്യിൽ ധനമില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ കയ്യിലേക്ക് നാളത്തെ ദിവസം സമ്പത്ത് വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഓണം നല്ല ഗംഭീരമായി ആഘോഷിക്കുവാനുള്ള ഭാഗ്യവും അതുവഴി നിങ്ങൾക്ക് കടാക്ഷിക്കുന്നതാണ്. രഹസ്യമായി വയ്ക്കേണ്ട പ്രധാന കാര്യങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നാളത്തെ ദിവസം കഴിവതും നിങ്ങളുടെ സാമ്പത്തിക പരാധീനതകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ ഒരുവിധ കാര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക. നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമല്ലാത്തതിനാൽ തന്നെ പങ്കുവയ്ക്കുന്ന പല രഹസ്യങ്ങളും പിന്നീട് നിങ്ങൾക്ക് തന്നെ വിനയായി മാറാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം സൂക്ഷിക്കുക. തുടർന്നുള്ള സമയങ്ങളിലും രഹസ്യങ്ങൾ രഹസ്യമായി തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. കൂടപ്പിറപ്പുമായി സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ വ്യാപാരികൾക്കും വ്യവസായികൾക്കും നാളത്തെ ദിവസം വളരെയധികം അനുകൂലമാണ്. വളരെ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ കർമ്മം എന്താണ്, വ്യാപാരത്തിലൂടെയാണ് അല്ലെങ്കിൽ വ്യവസായത്തിലൂടെയാണ് നിങ്ങൾ ധനം സംഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ വ്യാപാരവും വ്യവസായവും കൊണ്ട് നാളത്തെ ദിവസം വളരെയധികം ഗുണമുണ്ടാകും. വളരെ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു ഭദ്രത ഉണ്ടാകണം. കുടുംബ ബന്ധങ്ങൾ, അതായത് സഹോദരസ്ഥാനീയരോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കിടയിലും മക്കൾ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടോ അല്ലെങ്കിൽ മക്കൾക്കിടയിലും പലവിധ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ ബന്ധങ്ങൾക്ക് വിള്ളലുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാണ് തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമായി മാറാൻ പശുക്കൾക്ക് പുല്ല് കൊടുക്കുന്നതിലൂടെ സാധ്യമാകുന്നതാണ്. ഗൃഹത്തിൽ തന്നെ പശു ഉണ്ടെങ്കിൽ അവയ്ക്ക് നിങ്ങളുടെ കൈ കൊണ്ട് പുല്ല് കൊടുക്കാം. അല്ലെങ്കിൽ എവിടെയായാലും ചില ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട്, പശുക്കൾക്ക് നമ്മൾ ഒരു പിടി പുല്ല്, അതായത് അവിടെ തന്നെ അവർ വിൽക്കാറുണ്ട്. പൈസ കൊടുക്കുമ്പോൾ അവിടുന്ന് പുല്ല് തരും. അത് നമുക്ക് പശുക്കൾക്ക് ഊട്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ കുടുംബത്തിലേക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും കുടുംബ ബന്ധങ്ങൾ ദൃഢതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധ്യമാകും. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ഉത്തമമായിരിക്കും. ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാർക്ക് മികച്ച ആരോഗ്യം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. ആരോഗ്യ പ്രശ്നങ്ങൾക്കൊന്നും വഴിയൊരുങ്ങുന്നില്ല. നാളത്തെ ദിവസം നല്ല രീതിയിലുള്ളൊരു ആരോഗ്യം നിങ്ങൾക്കുണ്ടാകും. ഏത് കാര്യങ്ങളും കൃത്യമായി ചെയ്തു തീർക്കാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതിയിലും ഒരു മാറ്റമൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. ആത്മവിശ്വാസം, കുടുംബ പിന്തുണ, ഇത് നിങ്ങൾക്ക് വളരെയധികം ബലം നൽകുന്നതാണ്. ഏത് കാര്യത്തിനും കുടുംബത്തിൻ്റെ പിന്തുണ ഉണ്ടാകുന്നത് ഒരു ആത്മവിശ്വാസം തന്നെയാണ്, ഒരു കണക്കിന് പറഞ്ഞാൽ. അതായത് ഏത് പ്രശ്നം വന്നാലും എൻ്റെ കുടുംബം എൻ്റെ ഒപ്പമുണ്ട് എന്നൊരു ചിന്ത നമുക്ക് വളരെയധികം ഒരു ധൈര്യം തരും, ധനത്തേക്കാളേറെ. ഇവിടെ അങ്ങനെയുള്ള ഒരു ധൈര്യം ലഭിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രണയിക്കുന്ന ആളുകൾക്ക് പ്രണയവുമായി ബന്ധപ്പെട്ട് ചില സന്ദേശങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പ്രണയിക്കുന്ന ആളുകൾക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു പ്രണയിനിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളിൽ നിന്നൊരു സന്ദേശമൊക്കെ ലഭിക്കാനും അതുവഴി സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകും. അമിത ജോലി ഭാരം അല്പം മാനസികമായിട്ടുള്ള സമ്മർദ്ദം നൽകും, അതൊന്ന് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. വിദ്യയുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങളൊക്കെ നാളെ കേൾക്കാനും അതുവഴി സന്തോഷം കുടുംബത്തിലേക്ക് നൽകുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും നാളെ.
വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്ക് ആത്മീയമായൊരു ആനന്ദമൊക്കെ ഉണ്ടാകുന്ന ദിവസമായിരിക്കും. നാളത്തെ ദിവസം ആത്മീയമായൊരു പോസിറ്റിവിറ്റി ഉണ്ടാകും. നാളെ പ്രഭാതം മുതൽ പ്രദോഷം വരെ, അതായത് വൈകുന്നേരം വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെയധികം പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു സമയമായിരിക്കും, ഒരു ദിവസമായിരിക്കും. അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്താനൊക്കെ ഒന്ന് ശ്രമിക്കുന്നതും ഉത്തമമായിരിക്കും. മനഃശക്തി വർദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും. ചിലവുകൾ വർദ്ധിക്കാതെ സൂക്ഷിക്കുക. ഇപ്പോൾ ഓണക്കാലമാണ്, ഏത് ആളുകളുടെ കയ്യിലും ധനം നിൽക്കാൻ സാധ്യത കുറവാണ്. കാരണം ചിലവുകൾ ധാരാളമാണ്. അപ്പോൾ സാധനങ്ങൾക്കൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ നാളത്തെ ദിവസം അധിക ചിലവുകളൊന്നും വരാതിരിക്കാനായിട്ട് ഒന്ന് സൂക്ഷിക്കുന്നത് ഉത്തമമായിരിക്കും. പ്രിയപ്പെട്ടവർ നിമിത്തം സന്തോഷമുണ്ടാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക് നാളത്തേത്. ദമ്പതികൾക്കും വളരെ അനുകൂലമായ മാറ്റത്തിൻ്റെ ഒരു സമയമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ദമ്പതികൾക്കിടയിൽ സ്വരച്ചേർച്ച ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് രമ്യതയിൽ ഒരു പരിഹാരത്തിലേക്ക് എത്തിച്ചേരാൻ നാളത്തെ ദിവസം സാധിക്കും. നാളത്തെ ദിവസം നിങ്ങൾ, അതായത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർ നെറ്റിയിൽ കുങ്കുമമോ അല്ലെങ്കിൽ മഞ്ഞൾ പ്രസാദം, ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾ പ്രസാദമില്ലേ, അതോ അണിയാനായിട്ട് ശ്രമിക്കുക. അത് രാവിലെ കുളിച്ച് വന്നതിന് ശേഷം പൂജാമുറിയിൽ കയറി അല്പം കുങ്കുമം അണിയുക. അതല്ലെങ്കിൽ മഞ്ഞൾ പ്രസാദം, രണ്ടും ഒരുമിച്ച് അണിയാവുന്നതാണ്. അല്പം കുങ്കുമം അണിഞ്ഞതിന് ശേഷം അതിന് മുകളിൽ ചെറിയൊരു മഞ്ഞൾ പ്രസാദം അണിയാവുന്നതാണ്. എങ്ങനെയായാലും രണ്ടും ഒരുമിച്ച് അണിയുന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നെന്ന കണക്കിന്, അത് കുങ്കുമം അണിയാം, അല്ലെങ്കിൽ മഞ്ഞൾ പ്രസാദം. ഇത് രണ്ടിൽ ഏതായാലും നാളത്തെ ദിവസം നിങ്ങളുടെ നെറ്റിയിൽ ഉണ്ടായിരിക്കുന്നത് വളരെയധികം ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നതിന് സഹായിക്കും. ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും തന്നെ നാളെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല. കുറച്ച് പണം കയ്യിലേക്ക് വന്നെത്താനുള്ള ഭാഗ്യമൊക്കെ നാളത്തെ ദിവസം കാണുന്നുണ്ട്. നിരവധി പ്രശ്നങ്ങൾക്ക് നാളത്തെ ദിവസം പരിഹാരം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ധനം നിമിത്തം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ, അല്ലെങ്കിൽ പരിഹാരം സ്വയമേവ വന്നെത്തുന്ന ദിവസം കൂടിയാണ് നാളെ. ഒരുപാട് കാലമായി കാത്തിരുന്നൊരു ശുഭ സന്ദേശം ലഭിക്കുവാനുള്ള ഭാഗ്യം കൂടി കാണുന്നുണ്ട്. അത് ചിലപ്പോൾ പ്രണയിനിയിൽ നിന്നാവാം, അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുകളിൽ നിന്നാവാം, അല്ലെങ്കിൽ അകന്നു കഴിഞ്ഞ ബന്ധുക്കളിൽ നിന്നാവാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്തു നിന്നുള്ള ചില ശുഭവാർത്തകളായിരിക്കാം. ഏതായാലും നാളത്തെ ദിവസം ഒരുപാട് നാളുകളായി നിങ്ങൾ കാത്തിരുന്ന ആ ഒരു ശുഭവാർത്ത നിങ്ങളുടെ ചെവിയിലേക്ക്, നിങ്ങളുടെ കാതുകളിലേക്ക് എത്താനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ദമ്പതികൾക്കും നാളത്തെ ദിവസം വളരെ അനുകൂലമായ ദിനമാണ്. നാളെ അപ്രതീക്ഷിതമായ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു സമ്മാനം നിങ്ങളുടെ കയ്യിലേക്ക് വന്നെത്താനുള്ള ഭാഗ്യം കൂടി ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്ക് കാണുന്നുണ്ട്. ഒരുപാട് ആളുകളെ നിങ്ങൾ കേൾക്കാനിരുന്ന ഒരു ശുഭ സന്ദേശവും നിങ്ങൾക്ക് തേടിയെത്തുന്ന വളരെയധികം ശുഭകരമായ ഒരു ദിവസമായിരിക്കും നാളെ. അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ ആളുകൾക്ക് മാനസിക സമ്മർദ്ദം അകലുന്ന ഒരു ദിവസമായിരിക്കും. വളരെ പോസിറ്റീവായി നാളത്തെ ദിവസം നിങ്ങൾക്ക് നിൽക്കാനായി സാധ്യമാകും. ഉത്സാഹം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ഏത് പ്രവൃത്തിയിലും അതിനാൽ തന്നെ ഉത്സാഹം നിങ്ങൾക്ക് നിറഞ്ഞതായി തോന്നുകയും ചെയ്യും. ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ നാളെ വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. അപ്രതീക്ഷിത ധനനേട്ടം നാളത്തെ ദിവസം കാണുന്നുണ്ട്. ഒരു ലോട്ടറിയൊക്കെ എടുക്കുകയാണെങ്കിലും അതിൽ ധനം വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുള്ള സമയങ്ങളാണ് നാളെ. മാത്രമല്ല തുടർന്നുള്ള സമയങ്ങളും ചില പ്രധാന വ്യക്തികളെയൊക്കെ പരിചയപ്പെടാനുള്ള ഒരു അവസരം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. പ്രണയിക്കുന്ന ആളുകൾക്ക് ചില വിഷമങ്ങളൊക്കെ വന്നു ചേരാൻ, അതായത് ചില അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ തർക്കങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രണയിക്കുന്ന ആളുകൾ തർക്കങ്ങളൊന്നും വരാതെ നാളത്തെ ദിവസം സൗമ്യമായി രമ്യതയിൽ പോകാനായിട്ട് ശ്രമിക്കുക. ചില പ്രധാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രധാന അറിയിപ്പുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും നാളത്തെ ദിവസം കാണുന്നുണ്ട്. പൊതുവേ നാളത്തെ ദിവസം വളരെ ശുഭകരമായി തന്നെയാണ് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാർക്കും കാണുന്നത്. അപ്പോൾ ഈ 15 നക്ഷത്രക്കാരായ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ചെയ്യേണ്ട പരിഹാരങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില കർമ്മങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൂടി ചെയ്യുക. വളരെ ഭാഗ്യത്തിൻ്റെ ഒരു സമയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. തുടർന്നുള്ള സമയങ്ങളിലും ഈ ഭാഗ്യം അനുകൂലമായി വരേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. പ്രാർത്ഥന, വഴിപാട്, നേർച്ചകൾ, ക്ഷേത്ര ദർശനങ്ങൾ ഇതൊക്കെയും അനിവാര്യമായ ഘടകങ്ങൾ തന്നെയാണ്.